Meow. 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 അയ്യോ, പൂച്ച പേടിച്ചു. ആരാ? എന്നാതാ ഇവിടെ ഒരു ശബ്ദം? അയ്യോ, എന്റെ മോളെ, കർത്താവേ, നീ അവനെ അടിച്ചിട്ടോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മോളെ, നീ അവനൊന്നും ചെയ്യരുതെന്ന്. അങ്ങോട്ട് മാറി. വേണ്ട വേണ്ട, നീ അവനൊന്നും ചെയ്യരുത്. നീ ഒന്നും ചെയ്യരുത്. വേണ്ട, മോളെ. അയ്യോ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞില്ലേ? കത്തി 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 വിട്. വേണ്ട വിട് മോളെ, പറഞ്ഞൊന്നും കേട്ട. ഒരാണല്ലേ, എന്തെങ്കിലും ചെയ്യുന്നുള്ളൂ എനിക്കറിയാം. അമ്മമാരെ, രണ്ടമ്മമാരെ. എന്താ ഇവിടെ ബഹളം? എന്താന്നറിയില്ല. ആദ്യം ഈ കുട്ടി വന്നു, പുറകെ കിക്കിലെടുത്ത് കത്തിയായിട്ട് വന്നു, പിന്നെ പിടിയും വലിയായി. അവര് തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നണു. അല്ല, അപ്പൊ നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലേ? എന്ത് പ്രശ്നം? എന്നാ ചേട്ടത്തി, എന്നതാ ഇവിടെ? എന്റെ കൊച്ചമ്മേ, ഒരു പറ്റു പറ്റിപ്പോയി. ഈ കുട്ടി ഇവനെ അടിക്കുന്നു പറഞ്ഞ അവിടുന്ന് വന്നതായിരുന്നു. ഞാൻ പറഞ്ഞു, മോളെ ഇപ്പൊ ഒന്നും ചെയ്യല്ലേ, എല്ലാറ്റിനും ഒരു സമയവും കാലവും ഒക്കെ ഉണ്ട്. ഒരു പൂച്ചക്കുട്ടിയെ പിടിച്ചു കളയുന്നത് പോലെ ഇവനെ എടുത്ത് പുറത്താക്കാന്ന്. ഞാൻ വന്നപ്പോ കർത്താവിനെ പോലെ ഇവൻ നിലത്ത് വീണ് തടിച്ചു കിടക്കണ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഈ കുട്ടി. അപ്പൊ കിക്കിലിയടത്തെയാണ് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇവിടെ കുഴപ്പമുണ്ടാക്കിയത് അല്ലയോ? ഓ, ഇപ്പൊ കിക്കിലിട്ടാ കുഴപ്പക്കാരി. ഓ, എന്തെല്ലാം പ്രതീക്ഷിച്ചു വന്നതാ. നല്ല തല്ലുണ്ടാവും വിചാരിച്ചതാ. ഈ കത്തിയെടുത്ത് അവന്റെ പള്ളേ കയറ്റിയാ മതിയായിരുന്നു. ഇനി ആരെങ്കിലും വിളിച്ചാലേ എന്റെ പട്ടി വരും. അയ്യോ എന്റെ അമ്മേ. സോഫി മോളെ എപ്പോ വന്നു? ഞാൻ ചായ എടുക്കട്ടെ. ആ, ഞങ്ങൾ എപ്പോഴും പറയാറില്ലേ ഹോം നേഴ്സിനെ പറ്റി. ഇതാ അവള്, ഞങ്ങളുടെ സോഫി മോള്. പിന്നെ ഇത് സോമനാ. കുട്ടിക്ക് എന്നെ വല്ലാതെ ഇഷ്ടായെന്ന് തോന്നുന്നു. പ്രഷർ കൂടിയിട്ടുണ്ട്. നീ വന്നില്ലയോ? അതിന്റെ ടെൻഷൻ കൊണ്ടാ. അതൊന്നല്ല, നാട് മുഴുവൻ തുള്ളി നടന്നിട്ടാ. അതെങ്ങനെ? തുള്ളിച്ചോണ്ട് നടന്ന് സോപ്പിടാൻ ഓരോരുത്തർ വേഷം കിട്ടി ഇറങ്ങിയിരിക്കല്ലേ? അത് തുള്ളലും കഴിഞ്ഞ് സ്വന്തം കാര്യം നോക്കി അവരങ്ങ് പോവും. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാലേ സമാധാനം പറയേണ്ട ഞാനാ. ഹോംനെസ് എന്ന് പറഞ്ഞ് വെറുതെ വേഷം കെട്ടി വന്നല്ല ഞാൻ. ഉത്തരവാദിത്തപ്പെട്ടവരുടെ എഗ്രിമെന്റോടെ വന്നതാ. എന്താ സുഖം. ഈ ഹോമിയോ നേഴ്സ് എന്ന് പറഞ്ഞപ്പോ നാവിന് ഇത്രേ നീളമുള്ള യക്ഷിയാണെന്ന്, അല്ല കക്ഷിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ദേ, എന്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടണ്ട. അവരുടെ രണ്ടാളുടെ അവസ്ഥ എന്താന്ന് എനിക്ക് അറിയൂ. പെട്ടെന്ന് അങ്ങനെ നാട് മുഴുവൻ തുള്ളിച്ചോണ്ട് നടന്ന് സന്തോഷിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ പറ്റിയ കണ്ടീഷനിലല്ല അവര്, അറിയോ? പിന്നെയും സുഖം. ജാമ്പൂനേക്കാൾ പഴക്കമുള്ള രണ്ട് പീസുകളാ. അതെ, ഞാനും കണ്ടിട്ടുണ്ട് കുറെ ഹോം നേഴ്സുമാരെ. രോഗികളെ ജയിൽ പുള്ളികളെ പോലെ ട്രീറ്റ് ചെയ്യുന്നല്ല ഹോം നേഴ്സിംഗ്. ഞാൻ ഇവിടെ വരുമ്പോ അവിടെ തന്നെ ഏതോ നരകത്തിൽപ്പെട്ട ആത്മാക്കളെ പോലെയായിരുന്നു അവര്. എന്റെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് കൊണ്ടാണ് അവർക്ക് ജീവൻ വെച്ചത്. അവരൊന്ന് ചിരിച്ചു കണ്ടത്. ഈ ബംഗ്ലാവ് ശരിക്കും ഒരു സ്വർഗായി. അതെ, സംശയം ആ പാലക്കച്ചനോട് ചോദിച്ചു നോക്ക്. എനിക്കൊരു ഒലക്കൽ അച്ഛനോട് ചോദിക്കണ്ട. ചേർത്തി വെള്ളം തിളച്ചോ? അയ്യോ, ചൂടാവല്ലേ. തിളച്ച ആവി വരുന്നു കണ്ടില്ലേ? എന്തോ ഈ ഹോമിയോ നേഴ്സ് എന്ന് പറഞ്ഞ കളക്ടർ എന്നാണോ അർത്ഥം? ദേ, കൊച്ചിനെ നോക്കാൻ വന്ന ഒരു കൊച്ചിനെ നോക്കിയാ മതി, കൊച്ചമ്മയെ നോക്കണ്ട. തോട്ടം നോക്കാൻ വന്നൊരു തോട്ടം നോക്കിയാ മതിന്ന് കേട്ടല്ലോ. എടി വേണ്ട, എന്റെ അടുത്ത് വെളിച്ചെടുത്തിട്ടില്ല. കാലും മണിക്കടിച്ച അവളോട് മാത്രം ഉടക്കാൻ നിക്കണ്ട. ദേഷ്യം വന്ന അവളുടെ സ്വഭാവം അവക്ക് തന്നെ അറിഞ്ഞൂടാ. പോരാത്തതിന് തിളച്ച വെള്ള കയ്യിലിരിക്കുന്നത്. നല്ല ചൂടുള്ള വെള്ള. അങ്ങനെയാണെങ്കിൽ ഞാൻ അവളോട് ഇത്തവണത്തേക്ക് ക്ഷമിച്ചേക്കല്ലേ. ഞാൻ എന്തിനു മോഹം കളയാനൊക്കെ. എനിക്കാണെങ്കിൽ ദേഹം നല്ല അസല് മിലിറ്ററി റമ്മും ചുക്ക വറവൽ ചിക്കൻ അടിച്ചിരുന്ന നമ്മള് വെറും നാടൻ ചാരായോ കപ്പ പുഴുക്കലും ആയി ഇല്ലടാ. അവനെ പറ്റി പേസാതെ നായ് ചൊറി നായ്. ஆமா, அந்த சுருநாய் மேனேஜரை இப்படி விட்டா அவன் போயிடும். என்ன தானே மேலே குடிக்கிறதுக்கு പച്ച തണ്ണി പോലും കിടക്കാതെ. വായ് മൂടറാ. ഇപ്പൊ ഒലത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് ആ പാലക്കിനച്ച മന്ത്രവാദിയത് കുപ്പിയിലാക്കി കോർക്കിട്ട് മുടിയില്ലടാ.
അവൻ നമ്മ നനച്ച മാതിരിയല്ലടാ. അവന്റെ കയ്യിലെന്തോ കൂടോത്രമുണ്ട്. അതിവിടെ പെരിയ മയക്ക് മന്ത്രം തെരിഞ്ഞ ആള് നമ്മ കയ്യില இருக்க. நிஜமா? ஆசானே, குடிக்கிறது இந்த சாராயத்து மேல சத்தியம், உங்க மேல சத்தியம். நீ இல்லையா? உங்க மேல சத்தியம். കുഞ്ഞിമുത്തുന്ന് കേൾവിപ്പെട്ടിരിക്കാ? ഇപ്പൊ കേട്ട്. വലിയ മന്ത്രവാദി, പെരിയ ആള്. തീയിലെ சுட்ட கோழி இருக்குல்ல, கோழி, அந்த கோழிய மந்திரத்தை சொல்லி பறக்க வைப்பாரு. நிஜமா? நிஜமா. அது மட்டுமல்ல, மந்திரத்தை சொல்லி அவரை பும் பும் சொன்னா போதும், அந்த பறக்கிற கோழி அப்படியே கோழிக்கறி ஆயிடும். ചേർത്തി എന്താ അത്? ഇന്ന് രാവിലെ ഓടിക്കളിച്ചില്ലേ അവനാ. എന്ത്? ഒടുക്കലത്തെ അത്താഴം കൊടുത്തില്ലേ? എങ്ങനെ സ്റ്റൈലായിട്ടില്ലേ? എടുത്തോണ്ട് പോ. ഞാനാ പറയുന്ന എടുത്തോണ്ട് പോവാൻ. കിക്കിലിയേ ഏ? ചേർത്തി അതോടെ വെച്ചേ. ചേർത്തി എടുത്തോണ്ട് പോ. എടി ഹോം നേഴ്സേ, വെളച്ചിൽ എന്നോട് വേണ്ട. എന്റെ പേഷ്യൻസ് അത്താഴം കഴിക്കാൻ വരുന്ന സമയം. നിന്റെ പേഷ്യൻസോ? നീ തടി ഇവിടെ ആശുപത്രി നടത്താം? അതെ, അവന്റെ മുന്നിലിരുന്ന് ശവം തിന്നെ ഞാൻ സമ്മതിക്കില്ല. ഷവോ? ഇത് ചിക്കൻ കറി അല്ലേ? അതന്നെ ഞാനും പറഞ്ഞത്. ജീവനുള്ള എന്ത് ചത്താലും അത് ശവ. അത് കോഴിയായാലും പശുവായാലും പട്ടിയായാലും ആടായാലും ശവം തന്നെയാ. അതെടി, കോഴിയുടെ മാത്രല്ല പട്ടിയുടെയും പൂച്ചയുടെയും വേണ്ടി വന്ന് നിന്റെ ശവം തിന്നി ഞാൻ ഈദിയ മീനാടി. കർത്താവേ, എന്നെ തിന്നല്ലേ. ചേർത്തി അതോടെ വെക്ക. ചേർത്തി എടുത്തോണ്ട് പോവാൻ. വെക്കാനാ പറഞ്ഞ. നിങ്ങൾ വെക്കുകയോ പിടിക്കുകയോ തിന്നുകയോ എന്തെന്ന് വെച്ചാൽ ചെയ്തോ. എന്നെ അങ്ങ് വിട്ടേരെ, ഞാൻ വീട്ടിൽ ആ പോകേണ്ടതാ. ചേർത്തി വീട്ടിൽ പോക്കോ. അവന്റെ ഒരു ഒടുക്കത്തെ അത്താഴോ. എന്താ? അല്ല, ഓട്സും കൂടി എടുക്കട്ടെ എന്ന് ചോദിച്ചത്. ഉണ്ടോ? ഓ. ഇത് കെടുക്കാൻ എന്നാത്തിനാ ചോദിക്കുന്നത്? എടുത്തോണ്ട് വാ. ചേർത്തി അവന്റെ ഒരു തമാശ. മട്ടനും കൂടി ആവായിരുന്നു. എന്നതാ എന്നതാ ഇവിടെ? സോഫി, സോഫി മോളെ. സോമ, എന്നാ സോമ ഉണ്ടായേ? കൊച്ചമ്മമാര് അത്താഴം കഴിക്കാൻ വരുമ്പോ ഇവിടെ ഇരുന്ന് ചിക്കൻ കറി കഴിക്കരുതെന്ന് സോഫി മോള്. കഴിച്ചാൽ എന്താന്ന് ഈ ആർത്തി പണ്ടാരം. അല്ല, നമ്മുടെ സാറ് ദേഷ്യം കയറി കറിപ്പാത്രത്തെ സോഫി മോള് ഒറ്റ തട്ട്. അത് കണ്ടിട്ട് അവളുടെ കരണക്കുറ്റിക്ക് ഒരൊറ്റ അടി. എന്റെ മാതാവേ, എന്നതാ സോമ ഇതൊക്കെ? പെൺപിള്ളേരായ ഇത്ര എടുത്തട്ടം പാടില്ല. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ തുടങ്ങിയ എന്നതാ ഒരു സമാധാനം? അവിടെ സ്വഭാവം അങ്ങനെയാ. ദേഷ്യം കേറിയ മേല് കീഴ് നോക്കുകയല്ല. പക്ഷെ ആള് ശുദ്ധ പാവാ. നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട. എനിക്കെന്തിനാണ് അവളോട് ദേഷ്യം? ഞാൻ ഇവിടെ വെച്ച അവളെ ആദ്യമായിട്ട് കാണുന്നേ. പക്ഷെ അവളുടെ പെരുമാറ്റം കണ്ട ആരോ എന്തോ എരിവേറ്റി കൊടുത്ത മട്ടാ. അടുപ്പിൽ എന്തോ കരിയണം മണം. ഭയങ്കര കോൾഡാ. പോട്ടെ, നടന്നത് നടന്നു. ഇനി ഈ പേരും പറഞ്ഞ് അവൾ ഇന്ന് അത്താഴം കഴിക്കുകയല്ല. എനിക്കും വേണ്ട. കണ്ടോ, നിങ്ങൾ രണ്ടാളും കഴിച്ചില്ലേ പിന്നെ സമാധാനായിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുമോ? അതാ പറയുന്നേ. നീ ചെന്ന് അവളോടൊരു സോറി പറഞ്ഞു വിളിച്ചോണ്ട് വാ. ഈ സ്വർഗത്തിൽ എന്നാത്തിനാ വഴക്കും പിണക്കവും പട്ടിണി കിടക്കലും? മോൻ ചെല്ലേ. ചെല്ല് സോമ, ചെല്ലേ. ചെല്ല്. എന്റെ ഈശോയെ. സോറി. സോറി പറഞ്ഞെല്ലാം പൊറുക്കണം. അതാണ് മാനേഴ്സ്. എന്നെ ആരും മാനേഴ്സ് പഠിപ്പിക്കണ്ട. ഇന്നേ വരെ ഒരു ഈർക്കലുണ്ട് പോലെ എന്നെ ആരും തല്ലിയിട്ടില്ല, അറിയോ? അതിന്റെ കുഴപ്പത് ഒന്നേ ഉള്ളെങ്കിലും തലക്കിട്ട് ഒലക്ക കടിച്ചു വളർത്തണോന്നാ കാരണവന്മാര് പറഞ്ഞിട്ടുള്ളത്. കാരണവന്മാരുള്ള തറവാട്ടി തന്നെ ഞാൻ വളർന്നെ. ഉയ്യോ, ചൂടാവല്ലേ. ഞാൻ ഉടക്കാൻ വന്നല്ല. പെട്ടെന്ന് കറി എടുത്ത് കളഞ്ഞപ്പോ ദേഷ്യം വന്നു. ദേഷ്യം വന്ന കരണത്തടിക്കാ ചെയ്യാ? ദേഷ്യം വന്ന കറി എടുത്ത് കളയാണ് ചെയ്യാ. എനിക്ക് അപ്പോഴ അങ്ങനെയാ തോന്നിയത്. അതുപോലെ എനിക്ക് അടിക്കാനേ തോന്നിയേ. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ സംഭവിച്ചു പോയി. സോറി. വന്നത്താഴം കഴിക്കും. വെജിറ്റേറിയൻസ് കഴിച്ചു കഴിഞ്ഞിട്ടേ ഇനി മുതൽ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നുള്ളൂ. എനിക്ക് വേണ്ട. അങ്ങനെ കടുപ്പിച്ചു പറയല്ലേ. നമ്മൾ കഴിച്ചില്ലെങ്കിൽ അവരും കഴിക്കില്ല. നമ്മൾ കാരണം ആ പാവ അമ്മമാരെന്തിനാ പട്ടിണി കയറണേ? ഷുഗറും പ്രഷറൊക്കെ ഉള്ളവരല്ലേ. അവരുടെ ആരോഗ്യത്തിൽ ഉത്തരവാദിത്വം ഉണ്ടെന്നൊക്കെ സോഫി പറഞ്ഞേ. എന്നിട്ട് സോഫി ഇങ്ങനെ ചെയ്യാമോ? ഏയ് പ്ലീസ്. അങ്ങനെ വഴിക്ക് വാടി മോളെ. എന്ത്? വഴിക്ക് വീഴാണ്ട് വേഞ്ചല്ലേ വട്ടി. ഇവള് ഇക്ഷ ഇക്ക എങ്ങ കായ്ക്ക 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 കായ്ക്ക. അത് കഴിഞ്ഞിട്ട് എന്തുട്ടത്?
എന്ത് പണ്ടറയിലാവട്ടെ, അത് വരയ്ക്കാതെ അവൾ ഇവിടുന്ന് പോവില്ല. എന്റെ പ്രിയനെ വരൂ, നമുക്ക് വയലുകളിലേക്ക് പോകാം, ഗ്രാമങ്ങളിൽ അന്തി ഉറങ്ങാം. നമുക്ക് അതിരാവിലെ മുന്തിരിത്തോട്ടത്തിലേക്ക് പോകാം. മുന്തിരിവള്ളികൾ തളിർത്തോ എന്നും മുന്തിരിപ്പൂക്കൾ വിടർന്നോ എന്നും മാതള മരങ്ങൾ പൂവണിഞ്ഞോ എന്നും നോക്കാം. അവിടെ വെച്ച് ഞാൻ എന്റെ പ്രണയം നൽകാം. ഒരു പെട്രോമാക്സും കൂടി എടുത്തോളൂ. അല്ലെങ്കിൽ അതിരാവിലെ ഇരുട്ടത്ത് തട്ടി വീണ് പ്രണയം കയ്യിൽ നിന്ന് തെറിച്ചു പോയാലാ? നീ എന്നത്തിനാ അവളെ പിന്നെയും ദേഷ്യം പിടിപ്പിച്ചേ? ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ. നിങ്ങളുടെ വഴക്ക് ഇനിയും തീർന്നില്ലയോ? തീർന്നല്ലോ. അതുകൊണ്ടല്ലേ സോഫിക്കുട്ടി വെറും പൂച്ചക്കുട്ടിയായിട്ട് വന്നിരുന്ന് ഞം 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 കഴിച്ച കണ്ടില്ലേ? പക്ഷെ അവളുടെ മുഖത്തെ കടുപ്പം ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. അത് ആമ്പിള്ളേരുടെ കൈയിന്റെ ചൂടറിഞ്ഞെന്റെ തുടുപ്പാ. ചൂടാറുമ്പോ ആ കടുപ്പൊക്കെ മാറിക്കോളും. അല്ല, ഉറങ്ങാനുള്ള പരിപാടിയൊന്നുമില്ലേ? സമയം എത്രയെന്നറിയോ? അതിന് ഉറക്കം വരണ്ടായോ? ആഹാ, വരും. ദാ ഇങ്ങനെ അനന്തതയിലുള്ള സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലുള്ള ഈ സ്വർഗത്തിലേക്ക് മധുര സ്വപ്നങ്ങളുമായി ഉറക്കമൊരു തേരിലിറങ്ങി ഇങ്ങനെ വരും. അല്ലെങ്കിലേ ഈ സോളമൻ വരുത്തും. ഓ, എന്ത് സ്റ്റാർട്ടാവാത്തോ? എന്ത് കൊണ്ടാറത്? കർത്താവേ, ആരെങ്കിലും കണ്ടാവോ? ഇനി പെട്രോളിന്റെ ആയിരിക്കാവോ? അകത്ത് ഇഷ്ടം പോലെ ജീരകമുണ്ടല്ലോ, എന്നിട്ട് പെട്രോൾ കുടിക്കുക. കുർബാന തീരുമ്പോഴേക്കെങ്കിലും പള്ളിയിലെത്താൻ പറ്റുമോ? പാട്ടും പാടി കൊച്ചമ്മമാരെ മയക്കിയ പോലുള്ള അടവൊന്നും ഈ കാറിന്റെ അടുത്ത് നടക്കില്ലേ? ആഴ്ചയിൽ ഒരിക്കലുള്ള പള്ളി പോക്ക ആ പാവങ്ങൾക്ക് ആകെയുള്ള ഒരു ആശ്വാസം. അതും കൊളാക്കുന്നാ തോന്നേ. ആ കുര്യാക്കോ ചേട്ടൻ ഒരു കുഴപ്പമില്ലാതെ ഓടിച്ചിരുന്ന വണ്ടിയാ, അങ്ങേരെയും പറഞ്ഞു വിട്ടു. ഇപ്പൊ ദേ കുര്യക്കൊച്ചേട്ടൻ ആരടി? നിന്റെ അപ്പനാ? എന്റെ അപ്പനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാണ്ട് പിന്നെ നിനക്ക് എന്തിന്റെ കട? എന്താ ഏതാ എവിടുന്നാ പറിച്ചെടുത്തെന്ന് അറിയാണ്ട് മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാ അവളുടെ ഒരു... ഞാൻ ഇന്നലെ തന്ന വെറും സാമ്പിളാണ് കേട്ടോ. ഓഹോ, കൂടുതൽ വിളഞ്ഞോണ്ടല്ലോ. ദേ, ഞാനാള് വെറും 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 ചെറ്റയാ. അതാദ്യം കണ്ടപ്പോഴേ മനസ്സിലായി. നിന്റെ കണ്ണ് കൃഷ്ണനെടുത്ത് നിന്നെ വാസത്തിൽ പിന്നെ ലക്ഷ്മിയാക്കി തുടങ്ങിയോ? പിന്നെ ഞാൻ... ചേച്ചി പറഞ്ഞ വെറുതെ അല്ല, ശരിക്കും മാലാഖമാരാ.